മാർഗി ഹരി എന്തുപറ്റി? വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അല്ലെങ്കിൽ ഡോക്ടറെ ഇങ്ങോട്ട് വിളിക്കാം. എനിക്കിപ്പോ ആശുപത്രിയിൽ പോകേണ്ട പ്രശ്നമൊന്നും ഇല്ല മനോജ്. ചെറിയൊരു ക്ഷീണം മാത്രമേ ഉള്ളൂ. അതിനെ റെസ്റ്റ് എടുത്താ മതി. നിന്റെ ബിസിനസ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞാണോ വന്നേ? അല്ല, മീറ്റിംഗിന് പൊക്കോണ്ടിരിക്കുമ്പോഴാ ഹരിതയ്ക്ക് സുഖയില്ലാന്ന് ഏട്ടത്തെ വിളിച്ച് അറിയിച്ചത്. അപ്പൊ തന്നെ മീറ്റിംഗ് ഒക്കെ മാറ്റിവെച്ച് ഞാൻ ഇങ്ങോട്ട് പോന്നു. ഇന്നലെ അമ്മയ്ക്ക് നെഞ്ചുവേദനയാണെന്ന് അറിഞ്ഞപ്പോ മീറ്റിംഗ് ഉപേക്ഷിച്ച് ഓടി വരാൻ തോന്നിയില്ലല്ലോ. പക്ഷെ ഭാര്യയ്ക്ക് തലചുറ്റലാണെന്ന് അറിഞ്ഞപ്പോ മീറ്റിംഗും കളഞ്ഞ ആളിങ് ഓടിയെത്തി. എനിക്കൊരസുഖം വന്ന എന്റെ കാര്യം നോക്കാൻ ഇവിടെ മാധവേട്ടനുണ്ടെന്ന് മനോജിനെ അറിയാലോ. അതുപോലെയാണോ ഹരിതയുടെ കാര്യം? അവള് ഗർഭിണിയല്ലേ? എന്തെങ്കിലും സംഭവിച്ചാലെന്നുള്ള ഭയം കൊണ്ടാ അവൻ ഓടിപ്പിടിച്ചു വന്നത്. അതിലിപ്പോ എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. അച്ഛന്റെ സമ്പാദ്യം മുഴുവൻ മനോജിനെ വിശ്വസിച്ച് ഏൽപ്പിച്ച ആളല്ലേ അമ്മ. അമ്മ കുഴഞ്ഞു വീണപ്പോ തിരിഞ്ഞു നോക്കാൻ മനോജിന് സമയമില്ല. പക്ഷെ ഭാര്യയ്ക്ക് വയ്യാന്ന് പറഞ്ഞപ്പോ എല്ലാം മാറ്റിവെച്ച് ഓടി വന്നിരിക്കല്ലേ. മനോജ് അമ്മയോട് കാണിച്ചത് നന്ദികേട് തന്നെ. ഒന്ന് നിർത്തുന്നുണ്ടോ? അമ്മ എനിക്ക് പണം തന്ന് സഹായിച്ചാൽ ഇവിടെ എല്ലാവർക്കും ചൊരുക്കൊണ്ടെന്ന് എനിക്കറിയാം. ബിസിനസ് ഞാൻ വലിയ നിലയിൽ എത്തുമ്പോഴും ആ അസൂയ ഇവിടെ ആർക്കും വിട്ടുമാറാനും പോകുന്നില്ല. എന്നാ കേട്ടോ, ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞ കടം തന്ന് സഹായിച്ച മുഴുവൻ പണവും ഞാൻ പലിശ സഹിതം തിരിച്ചു തന്നിരിക്കും. എന്താ ഇത്ര ചിരിക്കേ? എന്റെ ഭർത്താവ് പ്രകാശേട്ടൻ പിശുക്ക് നിർത്തിയെന്ന് പറയുന്നതും മനോജ് വാങ്ങിയ പണം തിരിച്ചു കൊടുക്കുമെന്ന് പറയുന്നതും ഒരുപോലെയാ. രണ്ടും നടക്കാൻ പോകുന്നില്ല.